എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ അത് വീടായാലും സ്ഥലമായാലും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. പലരും നമ്മളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു വിഷയം പലർക്കും അറിയാമെങ്കിലും കുറച്ചാളുകൾക്ക് അത് എന്താ ചെയ്യേണ്ടത് ഏത് രീതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അറിയാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാവർക്കും തന്നെ അറിയാവുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വസ്തു വീടായാലും സ്ഥലമായാലും അത് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓണറുമായി കണ്ട് സംസാരിച്ചതിന് ശേഷം നമ്മളൊരു ചെറിയ ടോക്കൺ അഡ്വാൻസ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞാൽ ടോക്കൺ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഓണറുടെ കയ്യിൽ നിന്നും അത് വീടായാലും സ്ഥലമായാലും അതിൻ്റെ എല്ലാ പേപ്പറുകളും കൃത്യമായി വാങ്ങിച്ച് അതിൽ ആധാരങ്ങൾ ഉണ്ടായിരിക്കും, അതിൻ്റെ കീഴാധാരങ്ങൾ ഉണ്ടായിരിക്കും, അതിൻ്റെ 30-32 കൊല്ലത്തെ കുടികട സർട്ടിഫിക്കറ്റ് വേണം, നികുതി അടച്ച കള്ളാസ് വേണം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വസ്തു പരിശോധിക്കുന്നതിന് വേണ്ട എല്ലാ ഡോക്യുമെന്റ്സും തരേണ്ടത് അതിൻ്റെ ഓണറാണ്. ആ ഓണറുടെ കയ്യിൽ നിന്നും അത് മുഴുവൻ വാങ്ങി കൊണ്ടുപോയതിന് ശേഷം അത് നമ്മൾക്ക് ഒന്നെങ്കിൽ അതിൻ്റെ നല്ലൊരു ലീഗൽ അഡ്വൈസറെ കൊണ്ട് അത് പരിശോധിക്കുക, അതല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ലീഗൽ അഡ്വൈസറേക്കാളും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആധാരം എഴുതുന്ന വ്യക്തികളുണ്ട്, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വ്യക്തികളുണ്ട്. അവരെ കൊണ്ട് അത് പരിശോധിച്ചതിന് ശേഷം മാത്രം നമ്മൾ എഗ്രിമെന്റ് കാര്യങ്ങളിലേക്ക് പോവുക. അതല്ലാത്ത പക്ഷം ഉണ്ടാകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടോക്കൺ കൊടുത്തു അപ്പം തന്നെ എഗ്രിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ എഗ്രിമെന്റ് കഴിഞ്ഞിട്ട് പേപ്പർ പരിശോധിക്കേണ്ടി വരുമ്പോൾ ആ പേപ്പറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ ഇത് പരിശോധിച്ച് ആ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത അഡ്വാൻസ് തുക തിരിച്ചു കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർ വിൽക്കുന്ന സമയത്തായിരിക്കും, അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് കൂടുതൽ ബുദ്ധിമുട്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ടോക്കൺ കൊടുത്തതിന് ശേഷം ലീഗലായിട്ട് അതിൻ്റെ എല്ലാ പേപ്പറുകളും കറക്റ്റായതിന് ശേഷം മാത്രം നമ്മൾ എഗ്രിമെന്റ് കാര്യങ്ങളിലേക്ക് പോവുക. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനേക്കാളും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പലരും വിളിച്ച് ചോദിച്ച് നമ്മൾ നല്ല രീതിയിൽ മറുപടി കൊടുത്തു. പലരും നമ്മുടെ വീഡിയോയുടെ അടിയിലൊക്കെ വന്ന് കമന്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ലോണിലിരിക്കുന്ന പ്രോപ്പർട്ടികൾ ഞങ്ങളുടെ കയ്യിൽ 5 ലക്ഷം ഉണ്ട്, 10 ലക്ഷം ഉണ്ട്, ഞങ്ങൾക്ക് ലോണിലിരിക്കുന്ന പ്രോപ്പർട്ടികൾ അത് ഞങ്ങൾ മാസം അടച്ചുകൊള്ളാം, അത് ആ രീതിയിൽ ഞങ്ങൾക്കത് വാങ്ങിച്ചു തരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ വളരെയധികം ആളുകൾ നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിച്ചു. പല വീഡിയോയുടെ അടിയിൽ അത്തരത്തിൽ ഞങ്ങളുടെ 5 ലക്ഷം കുറച്ച് ക്യാഷുണ്ട്, ക്യാഷ് അടക്കമാണ് അവർ കമന്റ് ചെയ്യുന്നത്. അത്തരത്തിൽ ചെയ്യാൻ പാടില്ല, അവരുടെ ഫോൺ നമ്പറുകൾ ഉൾപ്പെടെയാണ് അതിൽ വെക്കുന്നത്. അതിൽ ഉണ്ടാകുന്ന കേസുകൾ ഞങ്ങൾ പലപ്പോഴും അങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നത് വളരെ അപൂർവമായിരിക്കും. ഇങ്ങോട്ട് വിളിക്കുന്ന ആളുകളുടെ അടുത്ത് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും കൂടിയുണ്ട്. കാരണം അങ്ങനെ അത് ചില വ്യക്തികൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കച്ചവടങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും പിന്നീട് അത് ബുദ്ധിമുട്ടായി വരുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പൊ അതില്ലാതിരിക്കാനാണ് നമ്മൾ മാക്സിമം അത്തരത്തിലുള്ള പ്രവണത ഒഴിവാക്കുന്നത്. നമ്മൾ ലോണിലിരിക്കുന്ന വസ്തു അത് നമ്മുടെ പേരിലേക്ക് പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ചെയ്ത് തരികയാണെങ്കിൽ, അതെന്ന് വെച്ചാൽ ലോണിലിരിക്കുന്നത് അതിന് ആശ്രയിച്ചിട്ട് ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേക്ക് ഓവർ ചെയ്ത് വാങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് യാതൊരു വിധത്തിൽ കുഴപ്പമില്ല. സഹകരണ ബാങ്കിൽ ഇരിക്കുന്ന വസ്തുക്കളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഗാനൊക്കെ ക്ലോസ് ചെയ്ത് ഒഴിമുറിയൊക്കെ വെച്ചതിന് ശേഷം വേണം നമുക്ക് അത് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന്. ലോണിലിരിക്കുന്ന വസ്തുവിന് നമ്മൾ കുറച്ച് പേയ്മെന്റ് 5-10 ലക്ഷം കൊടുത്ത് അഡ്വാൻസ് ചെയ്തു, 8-8.5 കൊല്ലത്തിന് ശേഷം ആ ലോൺ അടച്ചു വീട്ടിയതിന് ശേഷം നമ്മുടെ പേരിലേക്ക് ആക്കുന്ന പ്രവണത അത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് അങ്ങോട്ട് കൊടുത്തു, ഒരു 7 കൊല്ലം 6 കൊല്ലം അല്ലെങ്കിൽ 5.5 കൊല്ലമൊക്കെ ബാക്കി വരുന്ന തുക ആ ലോൺ അടച്ച് വീട്ടി എല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് അതിന്റെ ഡോക്യുമെന്റേഷൻ അപ്പോഴും അതിന്റെ ഒറിജിനൽ ഓണറുടെ കയ്യിലാണ് ഇരിക്കുന്നത്.
ആ ഒറിജിനൽ ഓണറുടെ കയ്യിൽ ആ സമയത്ത് ഇരിക്കുന്ന പ്രോപ്പർട്ടി അവര് 8-9 കൊല്ലം മുപ്പാടാണ് ആ പ്രോപ്പർട്ടി ലോണിലേക്ക് വെച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ട ഡോക്യുമെന്റ്സിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, മരണമടയുകയോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തരേണ്ടത് അതിന്റെ ഓണറാണ്. അത് ചെയ്ത് തന്നില്ലെങ്കിൽ വളരെയധികം പ്രയാസത്തിലേക്ക് കാര്യങ്ങൾക്ക് പോകും. 2 കേസാണ് ഉണ്ടാകുക. ഒന്ന്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേയ്മെന്റ് അവിടെ കൊടുത്തു. 2, നിങ്ങൾ ഇത്രയും കൊല്ലം അത് ലോണിൽ അടച്ചു. നിങ്ങൾക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേരിലേക്ക് പ്രോപ്പർട്ടി കിട്ടില്ലെങ്കിൽ അത് വളരെയധികം പ്രയാസം കാര്യങ്ങളിലേക്ക് വരും. ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളത് നമുക്കും അറിയില്ല. ഈ ഓണർ ഒപ്പിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും വേണം. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ. എന്തായാലും ഞങ്ങൾ അത്തരത്തിൽ ലോണിൽ നിന്നുകൊണ്ട് തന്നെ പ്രോപ്പർട്ടി അത്തരത്തിൽ കൈകാര്യം ചെയ്ത് കൊടുക്കാറില്ല. അത് വളരെയധികം ആളുകൾ വിളിച്ച് ചോദിച്ചത് കാരണത്താലാണ് നമ്മൾ ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമുക്ക് സാലറി കിട്ടുന്ന വ്യക്തികൾക്ക് ഇപ്പൊ 1 ലക്ഷം സാലറി ഉണ്ട്, ആൾക്ക് 50 ലക്ഷം രൂപ ലോൺ കിട്ടും, അല്ല മാക്സിമം 60 ലക്ഷം രൂപ ലോൺ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾക്ക് 50,000 സാലറി ഉള്ളെങ്കിൽ ആ വ്യക്തിക്ക് 25 ലക്ഷമാണ് ലോൺ കിട്ടുക. അപ്പൊ നമ്മള് ലോൺ എടുക്കാൻ വാങ്ങുന്ന പർച്ചേസ് ലോൺ എടുത്തുകൊണ്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടികളാണെങ്കിൽ നമ്മൾ 2 പ്രോസസ്സ് ഒരുമിച്ച് ചെയ്യാൻ പറ്റും നമുക്ക്. ഒന്ന്, നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്ന വീടുകളുടെ ടോക്കൺ അഡ്വാൻസ് നമുക്ക് ഓൾറെഡി അപ്പം തന്നെ കൊടുക്കാം. 2, അവരെ കയ്യിൽ നിന്ന് ഈ പേപ്പറുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലോൺ ഓക്കെ ആണോ എന്നുള്ളതും പരിശോധിക്കാൻ പറ്റും. അതേ ബാങ്കിൽ അതേ ലീഗൽ അഡ്വൈസറെ എടുത്ത് തന്നെ നമ്മുടെ പ്രോപ്പർട്ടി നമുക്ക് പരിശോധിക്കാൻ പറ്റും. 2 പ്രോസസ്സ് ഒരുമിച്ച് എടുക്കും. 2 ഒക്കെ ആണെങ്കിൽ ഉടനടി കരാറ് കാര്യങ്ങൾ ചെയ്യും. അത്തരത്തിൽ പർച്ചേസിൽ ലോൺ എടുക്കുന്ന വ്യക്തികളുടെ അടുത്ത് നമുക്ക് പറയാനുള്ളത്, പ്രോപ്പർട്ടിയുടെ ഏകദേശം നമുക്ക് 80% ലോൺ കിട്ടുക. കുറച്ച് പേയ്മെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലോൺ ഇട്ടെടുക്കുമ്പോൾ അതിന്റെ രജിസ്ട്രേഷൻ തുകയുടെ 10% എന്നുവെച്ചാൽ ബാങ്ക് കാണുന്ന വാല്യുവേഷന്റെ 10% തുകയും രജിസ്ട്രേഷന് വേണ്ടിയിട്ട്, അത്തരത്തിൽ കുറച്ച് പേയ്മെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായെങ്കിൽ മാത്രമാണ് ആ കാര്യം കൂടി നടക്കുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് ആളുകളെ കൊണ്ടുപോയി പ്രശ്നത്തിലാവുന്ന പല ആളുകളും നമ്മളെ വിളിച്ചു പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിരവധി വീഡിയോകളാണ് ഈ ചാനലിൽ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്ക് നമ്മളെ നേരിട്ട് കണ്ടിട്ടും അറിയാം, പലരും നമ്മളോട് ഫോണിൽ കൂടെ വിളിച്ചിട്ടും അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം 99% കറക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലരും വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അതൊരു വീഡിയോ മുഖേന നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉപയോഗിക്കുന്നത്. ഉപകാരമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പ്രധാനപ്പെട്ട 2-3 പോയിന്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ.